ഗൈസ്, ഈ വരുന്ന കക്ഷിയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനു. അപ്പോൾ ഇവളെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടതിൻ്റെ സന്തോഷം നമ്മൾ രണ്ടാളെയും മുഖത്തുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയല്ലോ, നമുക്കൊക്കെ ഉണ്ടാവും ഏത് കാര്യത്തിനും കൂടെ നിൽക്കാൻ ഒരാൾ. അതുപോലെ കിട്ടിയ ഒരാളാണ് ഇവളെനിക്ക്. കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ മിക്ക ദിവസങ്ങളിൽ നമ്മൾ മിസ്സാക്കാണ്ട് കുടിക്കാൻ പോകുന്ന ഒരു സാധനമാണ്. അതാണ് നമ്മളെ പ്രിയപ്പെട്ട കോക്ടെയിൽ. എന്നാൽ പിന്നെ കോക്ടെയിൽ കുടിച്ചിട്ടാകാം ബാക്കി പരിപാടികൾ എന്ന് വിചാരിച്ചു. അങ്ങനെ കോക്ടെയിലും കുടിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ മാഹി പെരുന്നാൾ കൂടാനാണ്. ഇപ്പം മാഹി പെരുന്നാൾ നടക്കുകയാണല്ലോ. മാഹി പെരുന്നാൾ കഴിഞ്ഞിപ്പോൾ കുറച്ച് ദിവസമായി, പക്ഷെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും പോസ്റ്റ് ആകുക. അപ്പോൾ ഇതാ ഞങ്ങളെ കൂടെയുള്ള ബാക്കി രണ്ടാളും കൂടി ജോയിൻ ആയിരിക്കുകയാണ്, അങ്കു, ശ്രീപ്രിയ. ഇവരിൽ ഒതുങ്ങുന്നതല്ല നമ്മളെ ഗ്യാങ്. ഇനിയും ആളുകൾ വരാനുണ്ട്. പക്ഷെ ചില സാഹചര്യ സന്ദർഭങ്ങളാൽ അവർക്ക് എല്ലാവർക്കും ഇതിൽ വരാൻ പറ്റിയില്ല. പക്ഷെ ഇനി ആളുകൾ ഇതിൽ ജോയിൻ ആവാനുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളീൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. നല്ല തിരക്കായിരുന്നു. ഒരു ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. മാഹി പെരുന്നാൾ കഴിയാനായി തോന്നുന്നു നമ്മൾ പോകുന്ന സമയത്ത്. പക്ഷേ ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും പോസ്റ്റ് ആവുക. അപ്പോൾ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് എല്ലാവരും മെഴുകുതിരി കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെഴുകുതിരി അവിടെ നിന്ന് കത്തിക്കുകയാണ്. കത്തിക്കുന്ന സമയത്ത് ഞാൻ പറയാണ്, ഇത് കത്തിക്കാൻ അടുത്ത പ്രാവശ്യം നമുക്കെല്ലാം വരാൻ പറ്റട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. കാരണം ഇത്രയും നാൾ നമ്മൾ കാണാമെന്ന് പ്ലാൻ ചെയ്തിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. പക്ഷെ കാണാൻ ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് നമ്മളിന്ന് കണ്ടുമുട്ടിയത്. അപ്പം അവിടെ നിൽക്കുമ്പം ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു രാത്രി സമയങ്ങളിൽ വന്നാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് അല്ലെങ്കിൽ എനിക്ക് എത്തിപ്പെടാനുള്ളൊരു ദൂരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പകൽ സമയം തിരഞ്ഞെടുത്തത്. അടുത്ത് നമ്മൾ പോയത് അവിടെ കുറേ കടകളുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ശ്രീപ്ത ക്ലിപ്സിൻ്റെ വലിയൊരു ഫാനാണ്. അതുകൊണ്ട് തന്നെ ക്ലിപ്സ് എത്ര കിട്ടിയാലും ശ്രീപ്തക്ക് മതിയാവില്ല. അതുകൊണ്ട് അവിടെ ഇതിൻ്റെ സെലക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുവാണെങ്കിലോ ഒരു കിച്ചൺ കണ്ട് അതിൽ ഭയങ്കര അട്രാക്റ്റീവായി. ഞാൻ ചെന്നെത്തിയത് ഈ ചോക്ലേറ്റിൻ്റെ ഇടയിലേക്കാണ്. പണ്ട് നമ്മളെപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇന്ന് എപ്പോഴെങ്കിലും കണ്ടാലായി നൊസ്റ്റോ ഫീൽ അടിക്കുന്ന പലതരത്തിലുള്ള മുട്ടായി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുറേ നോക്കി നിന്നു. പക്ഷെ നമുക്കുള്ള പ്രശ്നമാണ്, എപ്പോഴും കിട്ടുന്ന സാധനമായിരിക്കും അവസാനം നമ്മൾ ചെന്നെടുക്കുക, സ്വാഭാവികം. പിന്നെ നമ്മൾ കമ്മലിൻ്റെ സെക്ഷനിലേക്കെല്ലാം പോയി. കമ്മലെല്ലാം സത്യം പറഞ്ഞാൽ ചാകര പോലെയാണുള്ളത്. ഏതാ എടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് ഒരു 2-3 എങ്ങനെയോ ഒപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ കഴിയുന്നില്ല. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.